ഹലോ ദാ ഈ പോകുന്നത് വേറെ എങ്ങോട്ടല്ല. ഏകദേശം ഒരു മാസത്തിന് മുന്നേ നമ്മളൊരു സാധനം കംപ്ലയിൻ്റ് ആയത് നന്നാക്കാൻ കൊടുത്തിട്ടുണ്ടായിരുന്നു. കംപ്ലയിൻ്റ് ആയിട്ട് ഏകദേശം മാസങ്ങളായിട്ടുണ്ടായിരുന്നേ. അപ്പോൾ അത് വാങ്ങിക്കാൻ വേണ്ടി പോവാണ്. അപ്പോൾ നിങ്ങൾ വിചാരിക്കും ഈ ചന്തയിൽ എന്തോന്നാ വാങ്ങിക്കാൻ വന്നതെന്ന്. ചന്തയിൽ വാങ്ങിക്കാൻ വന്നതല്ല, കാണാൻ വന്നതാണ്. ദാ അമ്മച്ചിയെ കാണാൻ വേണ്ടി വന്നതാണ്. ഇതെൻ്റെ അമ്മയുടെ അമ്മയാണ്. നമ്മളെ പെട്ടെന്ന് കണ്ടതിൻ്റെ അത്ഭുതത്തിലാണ് ദാ ഇങ്ങനെ ഇരിക്കുന്നത്. അപ്പോൾ അമ്മച്ചിയുടെ ദാ ഈ കയ്യിലുണ്ടല്ലോ, വലത് കയ്യിൽ കമ്പി ഇട്ടിട്ടുണ്ട്. അപ്പോൾ ഞാനൊക്കെ ജനിക്കുന്നതിന് മുന്നേ ഒരു ആക്സിഡൻറ്റ് പറ്റി കമ്പി ഇട്ടിരിക്കണേണ്. അതുകൊണ്ട് തന്നെ അമ്മച്ചിക്ക് ആ കൈ അധികം ഉപയോഗിക്കാനൊന്നും ഒക്കെയില്ല. അപ്പം നമ്മൾ കുറച്ച് നേരമൊക്കെ അവിടെ നിന്നിട്ട് വന്നിട്ടുണ്ടായിരുന്നു. അമ്മച്ചി വിൽക്കുന്നത് കുറച്ച് ഫാൻസി ഐറ്റവും അച്ചാർ ഐറ്റംസും കുറച്ച് പാത്രം അങ്ങനെയുള്ള സാധനങ്ങളൊക്കെയാണ് വിൽക്കുന്നത്. അപ്പോൾ നമ്മൾ ആ ചന്തയിൽ നിന്ന് കുറച്ച് സാധനമൊക്കെ വാങ്ങിച്ചിട്ട് നമ്മൾ വന്ന സ്ഥലത്തോട്ട് പോയിട്ടുണ്ട്. നമ്മൾ എന്താവശ്യത്തിനാണോ വന്നത് അങ്ങോട്ടാണ് പോകുന്നത്. വന്നത് വേറെ എങ്ങോട്ടും അല്ല, അവൻ്റെ ഒരു ജീപ്പ്. അതായത് ഞാൻ ഒരു 3 വർഷം മുമ്പ് ഹസ്ബൻഡിൻ്റെ അടുത്ത് പോയപ്പം ആൾ വാങ്ങിച്ച് കൊടുത്തു വിട്ട ഒരു ജീപ്പ്, അതായത് എൻ്റെ മോന് കളിക്കാൻ വാങ്ങിച്ചു കൊടുത്ത ഒരു ജീപ്പ് കംപ്ലയിൻ്റ് ആയിട്ടുണ്ടായിരുന്നു. അത് നന്നാക്കി വെച്ചിട്ടുണ്ടെന്ന് പറഞ്ഞാണ് വിളിച്ചത്. അപ്പം നമ്മൾ അവിടെ പോയി അത് എടുക്കാൻ വേണ്ടി പോയപ്പോഴത്തേക്ക് മോനും മോളും കൂടി അടിയായിരുന്നു. രണ്ടുപേർക്കും മാറിയും തിരിഞ്ഞിരിക്കണമെന്നും പറഞ്ഞ് പിന്നെ അവിടെ നിന്ന് അടിയൊക്കെ വെച്ച് വേറെ സാധനങ്ങളൊക്കെ എന്നെക്കൊണ്ട് വാങ്ങിപ്പിച്ചതിന് ശേഷം നമ്മൾ തിരിച്ച് വരുമായിരുന്നേ. അപ്പോൾ വരണ വഴിയിൽ നന്നായിട്ട് ദാഹമുണ്ട്. ഇപ്പോഴത്തെ ചൂടിൽ ദാഹം പറയണ്ടല്ലോ, നന്നായിട്ട് ദാഹം ഉണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ ഷാർജ കുടിക്ക് ഇരുന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ കണ്ടാണ് ദാ ഈച്ച വന്ന് ഒട്ടിയിരിക്കുവേ അതിൽ. അപ്പോൾ ഒത്തിരി ഈച്ച വന്ന് ഒട്ടിയിരിക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ അത് നോക്കിക്കൊണ്ടിരിക്കുമായിരുന്നു. ഞാൻ ഇത് ചില പരസ്യങ്ങളിലൊക്കെ കണ്ടിട്ടുണ്ടായിരുന്നുള്ളൂ. അപ്പം ഞാൻ അത് ആദ്യമായിട്ട് കണ്ടുകൊണ്ട് ആ ആകാംക്ഷയിൽ നോക്കിക്കൊണ്ടിരുന്നതാണ്. അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് നമ്മൾ കുടിച്ച് വീട്ടിലെത്തിയപ്പോഴത്തേക്ക് ഓട്ടയിൽ നിന്ന് ഇറങ്ങേണ്ട താമസം അവർക്ക് വണ്ടി ഓടിക്കുക. അപ്പോൾ ഇത്രയേ ഉള്ളൂ എൻ്റെ വീഡിയോ. ഇഷ്ടപ്പെട്ട ലൈക്ക് സബ്സ്ക്രൈബ് ഒന്ന്